കുറച്ച് ബീഫ് കിട്ടിയിരുന്നു. ആ ബീഫ് നമുക്ക് ഗ്രില്ല് ചെയ്ത് നോക്കാം. ഇത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ബീഫാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ബീഫ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ബീഫൊക്കെ റെഡിയാക്കി ചിരട്ട കത്തിച്ച് കനലാക്കിയിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റബ്ബർ ഷീറ്റ് ഒഴിക്കുന്ന ഡിഷൊക്കെ എടുത്തിട്ടുണ്ട്. ഡിഷിനകത്ത് നമ്മളിപ്പം ഈ കനൽ വാരി എടുക്കും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവം പഴയതായിരുന്നു. നമ്മൾ കഴിഞ്ഞാൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് നമ്മുടെ ബീഫ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കനൽ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കനലെടുത്തിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. റൈറ്റ് അടുപ്പാണ് ഗൈസ്. ഇതാണ് അതിൻ്റെ മേലെ വെക്കുന്ന സംഭവം. കനലൊക്കെ അത്യാവശ്യം നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് നല്ല ബീഫ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചൂടായിട്ടുണ്ട്. നല്ല ചൂടടിക്കുന്നുണ്ട്. അപ്പം നല്ല കനലിരുന്നിട്ട് ഇത്ര സമയത്തോടെ എടുക്കുമെന്ന് അറിയത്തില്ല. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും മറിച്ചിട്ട് നോക്കാം. പക്ഷെ നല്ല ചൂടടിക്കുന്നുണ്ട് ഇങ്ങോട്ട്. അതുകൊണ്ട് നമുക്ക് അതേ സമയം ഇങ്ങനെ തന്നെ ഒരു സൈഡ് തന്നെ ഇട്ട് വേവിക്കേണ്ടി വരില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ചിട്ട് നോക്കാം. നമുക്ക് ഇതിനകത്ത് അധികം മസാലകളൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഗ്രില്ലായതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് ബട്ടറും ഇത്ര നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം അതിൻ്റെ പുറത്ത്. ഇതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഞങ്ങൾ തീ വീണ്ടും ചിരട്ടയിട്ട് കത്തിച്ച് കനലാക്കി. കൂടെ കുറച്ച് പൈനാപ്പിളും കൂടെ വെച്ചിട്ടുണ്ട്. കളർ തന്നെ മാറിയിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ്. ഇടിയിറച്ചിയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും സോസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ബീഫ് കൂടെ വയറ്റിക്കിടന്നിട്ട് അടി കൂടുവേ. കുത്തും